ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലും സംവരണ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. ജമ്മു കശ്മീർ ജനതയ്ക്ക് നീതി ഉറപ്പുവരുത്തുന്നതാണ് ബില്ലുകളെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പണം വച്ചുള്ള ചൂതാട്ടങ്ങളിലെ GST നിർണയത്തിൽ വ്യക്തത വരുത്തി ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ ആത്മഹത്യയ്ക്കു പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും ആവേശകരമായ വരവേൽപ്പ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് തൃശൂർ ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി, സംവരണ ഭേദഗതി ബില്ലുകൾ ലോക്സഭ പാസാക്കി. ജമ്മു കശ്മീരിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 90 ഉയർത്തുന്ന പുനഃസംഘടനാ ഭേദഗതി ബിൽ SC/ST സംവരണവും കശ്മീരി കുടിയേറ്റ വിഭാഗത്തിന്റെ പ്രാതിനിധ്യവും നിയമസഭയിൽ ഉറപ്പുവരുത്തുന്നു. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ജോലിക്കും പ്രവേശനത്തിനും SC/ST പിന്നാക്ക സംവരണം ഉറപ്പുവരുത്തുന്നതാണ് സംവരണ ഭേദഗതി ബിൽ. ജമ്മുകശ്മീർ ജനതയ്ക്ക് 70 വർഷമായി ലഭിക്കാതിരുന്ന നീതി ഉറപ്പുവരുത്തുകയാണ് ബില്ലുകളുടെ ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജമ്മുകശ്മീർ കുടിയേറ്റ ജനത ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 58,378 കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥനകളും ലോക്സഭ ഇന്ന് പരിഗണിച്ചു. രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം സംബന്ധിച്ച ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടർന്നു. പണം വച്ചുള്ള ചൂതാട്ടങ്ങൾക്കുള്ള GST നിർണയത്തിൽ വ്യക്തത വരുത്തി ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. കാസിനോ, കുതിരപ്പന്തയം, ഓൺലൈൻ ഗെയിമുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പന്തയത്തിന്റെ മുഖവില അടിസ്ഥാനമാക്കി 28% GST നിശ്ചയിക്കാൻ 50ാമത് GST കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള ഭേദഗതിയാണ് സംസ്ഥാന GST നിയമത്തിൽ കൊണ്ടുവരുന്നത്. 2023 ഒക്ടോബർ 1 മുതൽ ഭേദഗതികൾക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്കായി വ്യവസായ ഏരിയയിൽ സർക്കാർ ഭൂമിക്ക് പട്ടയം നൽകുന്നതും വ്യവസായ സംരംഭകരുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതും സംബന്ധിച്ച ചട്ടപരിഷ്കരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ ആത്മഹത്യയ്ക്കു പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്കാണ് സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയത്. വെഞ്ഞാറമൂട് സ്വദേശിനിയായ ഡോക്ടർ ഷഹനയെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയും കമ്മീഷൻ അംഗങ്ങളും ഡോക്ടർ ഷഹനയുടെ വീട് സന്ദർശിച്ചു. കേരളത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മോശമാണെന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വാർത്തയിൽ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ഇക്കാര്യത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും കയ്പമംഗലത്ത് നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും പുരോഗമിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ ജനങ്ങളുമായി സംവദിച്ചു. ഉജ്ജ്വല യോജനയിലൂടെയുള്ള സൌജന്യ LPG കണക്ഷൻ വിതരണം, സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, വായ്പ വിതരണം, ആധാർ സേവനങ്ങൾ, കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ ഉപയോഗം, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ യാത്രയുടെ ഭാഗമായി നടന്നു. കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നല്ല അനുഭവങ്ങൾ പരിപാടിയിലൂടെ പങ്കുവച്ചു. തിരുവനന്തപുരത്തെ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കാഞ്ഞിരംകുളം, ആറാലുമൂട് എന്നിവിടങ്ങളിലും കൊല്ലം ജില്ലയിലെ ഏരൂർ, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിലും പത്തനംതിട്ടയിലെ പന്തളം, തെക്കേക്കരയിലും പള്ളിക്കോട്ടും ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളി, അരുകുറ്റി എന്നിവിടങ്ങളിലും ഇന്ന് യാത്ര നടന്നു. കോട്ടയത്തെ പനച്ചിക്കാട് പഞ്ചായത്തിലും ഇടുക്കി വണ്ണപ്പുറത്തും എറണാകുളം തുറവൂർ, കാലടി പഞ്ചായത്തുകളിലും പാലക്കാട് എരിമയൂർ, ആലത്തൂർ പഞ്ചായത്തുകളിലുമാണ് ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് യാത്ര എത്തിച്ചേർന്നത്. മലപ്പുറത്തെ തിരുവാലി, തൃക്കലങ്ങോട്, കോഴിക്കോട് കക്കൂർ, തലക്കുളത്തൂർ, കണ്ണൂർ ഉദയഗിരി, ആലക്കോട്, വയനാട് മീനങ്ങാടി, കാസർഗോഡ് പെരുമ്പള, ചെങ്കള പഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടന്നു. യാത്രയ്ക്ക് വലിയ തോതിലുള്ള ജനസ്വീകാര്യതയാണ് വിവിധ വേദികളിലായി ലഭിക്കുന്നത്.
പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ ഗുണഭോക്താവായ തൊടുപുഴ സ്വദേശി അനീഷ് തന്റെ മികച്ച അനുഭവങ്ങൾ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി പങ്കുവയ്ക്കുന്നു. എനിക്ക് തൊടുപുഴയ്ക്ക് അടുത്ത് പെൻസിൽ ആർട്ട് എന്നൊരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവാൻ പോകുന്നേ ഉള്ളൂ. വീട്ടിൽ സ്വന്തമായിട്ട് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം പ്രസ്ഥാനം ഇച്ചിരി ഡെവലപ്മെന്റ് ആക്കണം, പ്രിന്റിംഗ് മെഷീനും ഒക്കെ വാങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ തന്നെ PMGPയുടെ പദ്ധതിയെ കുറിച്ച് കേൾക്കുകയും നിങ്ങൾ തൊട്ടടുത്തുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി. പുതിയ മെഷീൻ തന്നെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിച്ച് അതിനുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തയ്യാറാക്കി. ഒരു 4-5 പേരോളം നമുക്ക് പണിക്കാർ സ്റ്റാഫുകളെല്ലാം തന്നെ ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് തൃശൂർ ജില്ലയിലെ 4 വേദികളിൽ ഇന്ന് നടന്നു. കയ്പമംഗലം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. ആര് വിചാരിച്ചാലും കേരളത്തെ തകർക്കാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് നവകേരള സദസ്സിൽ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്പമംഗലത്ത് നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നവകേരളത്തെ ലോകത്തിലെ വികസിത മധ്യവരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് നാളെ എറണാകുളം ജില്ലയിൽ ആരംഭിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് ഇന്ന് തുടക്കമായി. ഡെലിഗേറ്റ് സെൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നഗരസഭ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചലച്ചിത്ര താരം വിൻസി അലോഷ്യസിന് സംവിധായകൻ ശ്യാമപ്രസാദ് ആദ്യ ഡെലിഗേറ്റ് പാസ് നൽകി. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് മറ്റന്നാളാണ് തുടക്കമാകുന്നത്. ഗുഡ് ബൈ ജൂലിയ ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയ 10 BJP പാർലമെന്റ് അംഗങ്ങൾ MP സ്ഥാനം രാജിവെച്ചു. കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമർ, പ്രഹ്ലാദ് പട്ടേൽ എന്നിവരും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, ഉദയ് പ്രതാപ്, ദിയ കുമാരി, റിതി പഥക് തുടങ്ങിയ MPമാരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന ഇയർ ബുക്കും വോട്ടർ പട്ടിക അവലോകന റിപ്പോർട്ടും രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തെ കമ്മീഷന്റെ പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ഗവർണർക്ക് കൈമാറി. മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ മുസ്ലിം ലീഗിന് ഭരണം നഷ്ടമായി. CPM അംഗങ്ങളുടെ പിന്തുണയോടെ ലീഗ് വിമത മുഹ്സീന പൂവൻമഠത്തിൽ നഗരസഭ അധ്യക്ഷയായി. ഇതോടെ കോട്ടയ്ക്കൽ നഗരസഭ ഭരണം ഇടതുപക്ഷം പിടിച്ചെടുത്തു. ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഡോക്ടർ K. ഹനീഷയാണ് മുഹ്സീന പരാജയപ്പെടുത്തിയത്. പാലക്കാട് അട്ടപ്പാടി പുതൂർ ഇലവീഴ്ചിലെ ആനക്കൊമ്പുകൾ, നാടൻ തോക്കുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ആയുധശേഖരവുമായി 3 പേർ പിടിയിലായി. സിബി, അക്സർ, യുസ്തസ് ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. മുംബൈ വാങ്ഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നിരയിൽ മലയാളി താരം മിന്നുമണിയും ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 358 പോയിന്റ് വർദ്ധിച്ച് 69,654-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 83 പോയിന്റ് ഉയർന്ന് 20,938-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 5,745 രൂപയും പവന് 320 രൂപ താഴ്ന്ന് 45,960 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്തെ 600 ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 16 മെഡിക്കൽ കോളേജുകളും ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിലും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെയാണിത്. തീരദേശത്ത് നിലവിലെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത ഭവനരഹിതർക്ക് വീട് നൽകുന്നതിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി 5 തെങ്ങ് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലും സംവരണ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. ജമ്മുകശ്മീർ ജനതയ്ക്ക് നീതി ഉറപ്പുവരുത്തുന്നതാണ് ബില്ലുകളെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പണം വച്ചുള്ള ചൂതാട്ടങ്ങളിലെ GST നിർണ്ണയത്തിൽ വ്യക്തത വരുത്തി ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും ആവേശകരമായ വരവേൽപ്പ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് തൃശൂർ ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.